നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആശയവിനിമയം, ആരാണ് ആശയവിനിമയം നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈശ്വരൻ അബ്സല്യൂട്ട് സൃഷ്ടിയായിട്ട് പ്രകടമായിരിക്കുകയാണ്. ആ സൃഷ്ടിയിലൂടെ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ കൂടുതൽ 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 മെച്ചപ്പെട്ട രീതിയിലായി ഒടുക്കം ഈശ്വരനെ തന്നെ അബ്സല്യൂട്ട് സ്നേഹം തന്നെ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന തലത്തിലേക്ക് മാറുമ്പോൾ ഈ ക്രിയേഷൻ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ പ്രകടമാവാൻ വേണ്ടിയിട്ട് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പല ക്രിയേഷനിലൂടെയും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരിണാമം എന്ന് പറയുന്നത്. പരിണാമം എന്ന് പറയുന്നത് ശരിക്കും ഈശ്വരൻ്റെ എക്സ്പ്രഷനാണ്. ഈശ്വരൻ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പല രീതിയിലും പല ശരീരങ്ങളിലൂടെയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള പല ആചാരങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രമുണ്ടാവും. അപ്പോൾ ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുന്നു. രാവിലെ വൈകുന്നേരം ഉത്സവങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ക്ഷേത്രത്തിൻ്റെ ദേവത നാട് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ദ ടെമ്പിൾസ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പുസ്തകമുണ്ട്, രാമകൃഷ്ണ മിഷൻ ഇറക്കിയിട്ടില്ല. അതിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഒരു രാജാവ് പ്രജകളെ കാണാൻ പോകുന്ന പോലെ ആണ് ഈ ഉത്സവം. ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു, ചിലപ്പോൾ ആനപ്പുറത്തായി കയ്യിൽ പിടിച്ചിട്ട് എഴുന്നള്ളിക്കുന്നു, വീടിനാന്തരം ദർശനം നൽകുന്നു. അപ്പോൾ വരുമ്പോൾ സ്വീകരിക്കുകയാണ്, ചില പറ വയ്ക്കുക, പലതുമുണ്ട്. അപ്പോൾ ശരിക്കും ഈശ്വരൻ പ്രജകളെ കാണാനായിട്ട് ഇപ്പോൾ അമ്പലത്തിൽ തന്നെ ഉണ്ട് ശിവേലി എന്ന് പറയും. അത് പള്ളികളിലും ഉണ്ടാവും. പുറത്തിറങ്ങിയിട്ടുള്ള ഭ്രമണം രാത്രി കഴിഞ്ഞാൽ ഒരു പ്രദർശനമുണ്ട്. അപ്പോൾ ആനപ്പുറത്ത് ആ വിഗ്രഹം വെച്ചിട്ട് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ പ്രജകളെ കാണാൻ ഇങ്ങോട്ട് വരികയാണ്. ഈ റിച്വൽ സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മളിൽ ഈശ്വരനിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അബ്സല്യൂട്ടായിട്ടുള്ള ആ ഡിവിനിറ്റി നമ്മളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ശ്രമം അത് വെറും
ചെറിയ ശതമാനം മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. 2% 3%. നമ്മൾ ആ ശ്രമം നടത്തുമ്പോഴേക്കും എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. മനുഷ്യന്റെ തലമെത്തുന്നവരെ ഇതിന് തടസ്സമില്ല. എവല്യൂഷൻ ശരീരത്തിലൂടെ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ഈ എക്സ്പ്രഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ അടുത്തെത്തുമ്പോഴേക്കും ഈഗോ അവിടെ തടസ്സമായി നിൽക്കുന്നു, എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്നു. മനുഷ്യൻ സ്വയം ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ വിൽ പവർ മനുഷ്യന് ഉണ്ട്. അപ്പോൾ ഭഗവാന്റെ അബ്സല്യൂട്ടിന്റെ എക്സ്പ്രഷനെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. ഉള്ളിലേക്ക് നോക്കുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ സ്നേഹം നിറഞ്ഞതാണോ, നിസ്വാർത്ഥത നിറഞ്ഞതാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ ക്രമേണ സ്പിരിച്വാലിറ്റി ഇരിക്കുന്നു, ഉൾക്കണ്ണ് തുറക്കുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാകുമ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര, ഭഗവാന്റെ ക്രിയേഷനിലേക്കുള്ള യാത്ര, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്യാതെ ഇവിടെ തടസ്സപ്പെടുത്തുന്നത് കാരണമാണ് മനുഷ്യന് പ്രശ്നങ്ങൾ, ഡിസ്ട്രസ് എല്ലാം ഉണ്ടാകും, പ്രശ്നങ്ങൾ. കാരണം ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ എക്സ്പ്രഷനെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറയും. ഈ ദുരന്തങ്ങളല്ല, അധർമ്മം കൂടുമ്പോൾ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗി. ആരെ കറക്റ്റ് ചെയ്യണം? എവിടെയാണ് അധർമ്മം? മനുഷ്യന്. മനുഷ്യന്റെ ഈ അധർമ്മം നീക്കാനായിട്ട് ഭഗവാൻ വരികയാണ്. ആ പൂർണ്ണതയിൽ നിന്ന് തന്നെ രാജാവ് ഇറങ്ങി വരുന്ന പോലെ വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായിട്ടും അത് അനുവദിച്ചിട്ടില്ല. നമ്മൾ കഥകളിൽ പറയുന്നുണ്ട് സത്യയുഗം ഉണ്ടായിരുന്നു, അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും പരസ്പരം വളരെ സ്നേഹത്തോടെ ഷെയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ കഥ പറയുന്നുണ്ട്. ആ ഒരു സത്യയുഗം യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ഹയസ്റ്റ് ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു യുഗം എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ സയൻസായിട്ട് തുലനം ചെയ്യുമ്പോൾ സാധ്യത കുറവാന്ന് തോന്നും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ സത്യയുഗം ഉണ്ട്, അതിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഭഗവാന്റെ ആ എക്സ്പ്രഷൻ കൂടുതൽ 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 പ്രകടമാവും. അപ്പോൾ നമ്മുടെ ഈ സ്പിരിച്വൽ യാത്രയിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ആ ഡിവിനിറ്റിയുടെ, ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കൂടുതൽ നമ്മൾ സ്നേഹം നിറഞ്ഞതാക്കുമ്പോൾ നമ്മൾ പരിണാമത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു രീതിയിലും കൂടി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആ സ്രോതസ്സിൽ നിന്ന് വരുന്ന ആ പ്യുവറായിട്ടുള്ള ഫ്ലോനെ കൂടുതൽ കൂടുതൽ ഫ്ലോ ചെയ്യാൻ അലൗ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവതരിക്കേണ്ട ആവശ്യമില്ല. അവതാരം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. നമ്മുടെ ട്രിപ്പ് ഉള്ളിലാണ്. കണ്ണടച്ചിരിക്കുക, ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് പുറമേക്കുള്ള യാത്ര, ഭഗവാന്റെ യാത്ര, സ്നേഹത്തിൻ്റെ യാത്ര കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് സഹജമാർക്ക് ഹാർട്ട്നെസ് സിസ്റ്റത്തിൽ ഒരു ഇൻട്രൊഡക്ടറി സിറ്റിംഗ് ആണ്. ആ ഫ്ലോ എന്താണ്, അതിൻ്റെ ഒരു ബോധം നമ്മളത് വിസ്മരിച്ചു പോയി. അതിലേക്ക് റീകണക്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും, എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഹാർട്ട്ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യും എന്നാണ് നമ്മൾ മാസ്റ്റർ പറയുന്നത്. അപ്പോൾ സാധനയുടെ സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറഞ്ഞാൽ മാസ്റ്ററെ അല്ലെങ്കിൽ സ്നേഹത്തിനെ, ഈശ്വരനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ആശയവിനിമയം എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ആശയവിനിമയത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നു. കാരണം പിന്നെ ഈ ശരീരം ആ എക്സ്പ്രഷനിലെ ഇൻസ്ട്രുമെൻ്റ് ആവുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് ആ ഹയർ വിസ്ഡത്തിൻ്റെ തീരുമാനമായി മാറും. നമ്മുടെ ഈ ലൈഫ് സ്നേഹം നിറഞ്ഞതാവും. ആഡ് ലൈഫ് ടു യുവർ ഡിയേഴ്സ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരെയും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.